ഇന്ന് നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ ഉള്ളിവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് സവാള എന്ന് എരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 കിലോ സവാള കനം കുറച്ച് നീളത്തിൽ എരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില എരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. 250 ഗ്രാം മൈദ എടുത്തേക്കുന്നത്. ഇതിലോട്ട് 2 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ രീതിയിലൊന്ന് കുഴച്ചിട്ടുണ്ട്. ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുഴയ്ക്കാം. ഒരുപാട് വേണ്ട, ശകലം ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് കുഴയ്ക്കണം. ഇനി ഇത് 1 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതുണ്ടാക്കിയെടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ. ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കൈ വെള്ളത്തിൽ അല്പം നനച്ചിട്ട് ആ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ളൊരു വടയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.